ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. സഹകാരി റൈസ് പ്ലസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മുടെ സകല കഴിവുകളെയും ഉണർത്താനും ഉത്തേജിപ്പിക്കുവാനും ഉതകുന്ന രീതിയിലുള്ള ഒരു ലക്ഷ്യം നമുക്കുണ്ട് എങ്കിൽ നമ്മളുടെ ജീവിതം യഥാർത്ഥ വഴികളിലൂടെ മുന്നോട്ട് പോകുന്നു എന്ന് നമുക്ക് ഉറപ്പിക്കാം. കാരണം തീവ്രമായൊരു ലക്ഷ്യം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ശരീരവും മനസ്സും അനുദിനം ത്രസിച്ചുകൊണ്ടേയിരിക്കുന്നത്. ആ ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയിട്ടുള്ള നിരന്തരമായ പോരാട്ടത്തിൽ നമ്മൾ എത്തപ്പെടുന്നത് ആ ലക്ഷ്യബോധത്തെ മുറുകെ പിടിക്കുമ്പോഴാണ്. എല്ലാവർക്കും അങ്ങനെ ഉന്നതമായൊരു ലക്ഷ്യമുണ്ടാകട്ടെ, അതിനുവേണ്ടി പരിശ്രമിക്കാനുള്ള മനസ്സുണ്ടാകട്ടെ എന്ന ആശംസയോടുകൂടി ഏറെ സ്നേഹത്തോടെ സഹകാരി റൈസ് പ്ലസിൻ്റെ ഇന്നത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്നായ പ്രിയാമ്പിളിനെ കുറിച്ചാണ്. പ്രിയാമ്പിൾ. അപ്പോൾ നമ്മുടെ ക്ലാസ് ആരംഭിക്കുകയാണ്. പ്രിയാമ്പിൾ കോൺസ്റ്റിറ്റ്യൂഷനിലെ തുടക്കം, പ്രിലിമിനറി ടോപ്പിക്കിൽ പെട്ടതാണ് പ്രിയാമ്പിൾ. നിങ്ങൾക്കറിയാം. എന്താണ് പ്രിയാമ്പിൾ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. എന്താണ് പ്രിയാമ്പിൾ എന്ന് പറയുന്നത്? പ്രിയാമ്പിൾ മീൻസ് പ്രിഫൈസ് ടു ദി കോൺസ്റ്റിറ്റ്യൂഷൻ. പ്രിഫൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, തുടക്കം. ഏതൊരു ബുക്ക് എടുത്താലും, ഏത് ഒരു ബുക്ക് പരിശോധിച്ചാലും അതിനൊരു തുടക്കം കാണും. പ്രിഫൈസ് എന്ന് പറയും, അല്ലേ? എന്താണ് ആ തുടക്കം? ആ തുടക്കം എന്ന് പറയുന്നത് എന്തായിരിക്കാം? ആ ബുക്ക് പ്രതിദാനം ചെയ്യുന്ന വിഷയങ്ങളുടെ ഒരു ബ്രീഫായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ആയിരിക്കും. അതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപമായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം, പ്രിയാമ്പിൾ മീൻസ് ദി പ്രിഫൈസ് വിത്ത് വിച്ച് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ബിഗിൻസ്. അതല്ലേ? ദി പ്രിഫൈസ് വിത്ത് വിച്ച് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ബിഗിൻസ് ഈസ് ടെക്നിക്കലി നോൺ ആസ് പ്രിയാമ്പിൾ. ഭരണഘടനയുടെ ഒരു സംക്ഷിപ്ത രൂപമാണ് പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. പ്രിയാമ്പിൾ ഡിക്ലേഴ്സ് ഒബ്ജക്ട്സ് ആൻഡ് എയിംസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വിളംബരം ചെയ്യുന്ന ഭാഗം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ പ്രിയാമ്പിൾ പരിശോധിച്ചാൽ നമുക്കറിയാൻ പറ്റും ഇന്ത്യൻ ഭരണഘടന എന്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്ന്. പ്രിയാമ്പിൾ ഡിക്ലേഴ്സ് ഒബ്ജക്ട്സ് ആൻഡ് എയിംസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ പ്രിയാമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു തുടക്കമാണ്. ഭരണഘടനയുടെ ആ തുടക്കത്തെ, സംക്ഷിപ്ത രൂപത്തെ, ഭരണഘടന എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഒരു ബ്രീഫായിട്ടുള്ളൊരു ഡിസ്ക്രിപ്ഷനാണ് പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. ഇറ്റ് ഡിക്ലേഴ്സ് ഒബ്ജക്ട്സ് ആൻഡ് എയിംസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടന എന്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്നറിയണമെങ്കിൽ പ്രിയാമ്പിൾ പരിശോധിച്ചാൽ മതി എന്നർത്ഥം. ഇനി നമുക്ക് പറയാം, ദി ഐഡിയ ഓഫ് പ്രിയാമ്പിൾ ഇന്ത്യ ബോറോഡ് ഫ്രം USA. ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. സേലിയൻറ്റ് ഫീച്ചേഴ്സ് ഒക്കെ പഠിച്ചപ്പോൾ നമ്മൾ ബോറോയിങ് സോഴ്സിനെ കുറിച്ച് പറഞ്ഞു. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അതായത് നമ്മുടെ ബേസിക് സ്ട്രക്ചർ ബോറോഡ് ഫ്രം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ദെൻ ഫിലോസഫിക്കൽ പാർട്ട്, ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്ന പാർട്ട് നമ്മൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നും, ഫിലോസഫിക്കൽ പാർട്ട് അമേരിക്കയിൽ നിന്നും അയർലൻഡിൽ നിന്നും കടം വാങ്ങി നമ്മൾ പറഞ്ഞു. അവിടെ ഫിലോസഫിക്കൽ പാർട്ടിൽ വരുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, അതുപോലെ തന്നെ ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, പ്രിയാമ്പിളൊക്കെ അതിൽ വരുന്നതാണ്. എവിടെ നിന്ന് വരുന്നതാണ്? എവിടെ നിന്നാണ് കടം വാങ്ങിയാണ്? USA നിന്ന് കടം വാങ്ങിയതാണ്. USA നിന്നും അയർലൻഡിൽ നിന്നുമാണ് ഫിലോസഫിക്കൽ പാർട്ട് കടം വാങ്ങിയത്. പക്ഷെ അതിൽ ഓരോന്നെടുത്ത് പറയാം. പ്രിയാമ്പിൾ കടം വാങ്ങിയത് അമേരിക്കയിൽ നിന്നാണ്, USA നിന്ന്. ഐഡിയ ഓഫ് പ്രിയാമ്പിൾ ഇന്ത്യ ബോറോഡ് ഫ്രം USA. ക്ലിയർ ആവുന്നുണ്ടല്ലോ? USA നിന്ന് കടം വാങ്ങിയ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഓർമ്മിപ്പിച്ചു. നിങ്ങളുടെ മനസ്സിലുണ്ടാകും എന്നാണ് എൻ്റെ വിശ്വാസം. പ്രിയാമ്പിൾ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യൽ സിസ്റ്റം, ജുഡീഷ്യൽ റിവ്യൂ പവർ, ഇംപീച്ച്മെൻറ്റ്, റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, ഫങ്ഷൻസ് ഓഫ് വൈസ് പ്രസിഡൻറ്റ് എക്സെട്ര. ഓൾ ദീസ് ഐഡിയാസ് ബോറോഡ് ഫ്രം USA, അമേരിക്ക. മറക്കില്ലല്ലോ, അത് ഒന്ന് ഓർമ്മിച്ച് വെച്ചോളൂ. അപ്പം ഇന്ത്യ ബോറോഡ് ദി ഐഡിയ പ്രിയാമ്പിൾ ഫ്രം USA. അതിനർത്ഥം അമേരിക്കയിൽ നിന്ന് പ്രിയാമ്പിള്, അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ പ്രിയാമ്പിളിനെ അതേപടി ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് ഇവിടെ കൊണ്ട് നടപ്പാക്കി എന്നല്ല അർത്ഥം. ഇവിടെ
നമ്മൾ ഐഡിയ എടുത്തതിന് ശേഷം നമ്മുടെ രീതിക്കനുസരിച്ച് അത് തയ്യാറാക്കിയാണ് ഉണ്ടായത്. അപ്പം നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം, ദി ബേസിസ് ഓഫ് പ്രിയാമ്പിൾ വാസ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ. ആ വാക്കൊന്ന് ശ്രദ്ധിക്കുക. പ്രിയാമ്പിൾ ഈസ് ബേസ്ഡ് ഓൺ ദി ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ഡ്രാഫ്റ്റഡ് ആൻഡ് മൂവ്ഡ് ബൈ ജവഹർലാൽ നെഹ്റു. അപ്പോൾ ആരാണ് പ്രിയാമ്പിളിന് വേണ്ടിയിട്ടൊരു ഡ്രാഫ്റ്റ് തയ്യാറാക്കിയത്? ഒരു റെസൊല്യൂഷൻ നമ്മൾ വിളിക്കുന്നത് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ, ലക്ഷ്യപ്രമേയം എന്ന് മലയാളത്തിൽ പറയും. അപ്പോൾ പ്രിയാമ്പിൾ ഈസ് ബേസ്ഡ് ഓൺ ദി ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഹൂം എന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു. സോ ജവഹർലാൽ നെഹ്റു ഈസ് കോൾഡ് ആർക്കിടെക്റ്റ് ഓഫ് പ്രിയാമ്പിൾ. പ്രിയാമ്പിളിൻ്റെ ശില്പി, ആമുഖത്തിൻ്റെ ശില്പി ആരാണ്? ജവഹർലാൽ നെഹ്റു. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്, ശ്രദ്ധിക്കണം. പ്രിയാമ്പിൾ ഈസ് ബേസ്ഡ് ഓൺ ദി ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ഡ്രാഫ്റ്റഡ് ആൻഡ് മൂവ്ഡ് ബൈ ജവഹർലാൽ നെഹ്റു. സോ ജവഹർലാൽ നെഹ്റു ഈസ് ആൾസോ നോൺ ആസ് ആർക്കിടെക്റ്റ് ഓഫ് പ്രിയാമ്പിൾ. അതുകൊണ്ട് അങ്ങനെ വിളിക്കുന്നു, ശ്രദ്ധിക്കണം. ഇനി ജവഹർലാൽ നെഹ്റു മൂവ്ഡ് ദി ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ഇൻ ദി കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഓൺ വിച്ച് ഡേ? ജവഹർലാൽ നെഹ്റു പ്രസന്റഡ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ബിഫോർ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഇൻ വിച്ച് ഡേ? 2 ഡേറ്റുകൾ നിർബന്ധമായും ഇപ്പം നിങ്ങൾ പഠിക്കണം, മസ്റ്റാണ്. 2 ഡേറ്റുകൾ. അതിൽ ആദ്യത്തെ ഡേറ്റ്, ദി ഡേറ്റ് ഓൺ വിച്ച് ജവഹർലാൽ നെഹ്റു പ്രസന്റഡ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ബിഫോർ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്നാണ്. ഡിസംബർ 13, 1946. 1946 ഡിസംബർ 13, 1946 ഡിസംബർ 13 ആ ദിവസമാണ് ഇങ്ങനെ ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കി ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ, ഇന്ത്യയുടെ പ്രിയാമ്പിൾ ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കിയിട്ട് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ മുമ്പിൽ സബ്മിറ്റ് ചെയ്യുന്നു. ആ ഡ്രാഫ്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റ് ചെയ്യുന്നു. അപ്പോൾ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ വാസ് പ്രസന്റഡ് ബൈ ജവഹർലാൽ നെഹ്റു ബിഫോർ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഇൻ 1946 ഡിസംബർ 13. 1946 ഡിസംബറിനെ കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ അസംബ്ലി പഠിച്ചപ്പോൾ പഠിച്ചു. ഓർമ്മയുണ്ടോ? കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി പഠിച്ചപ്പോൾ 1946 മാർച്ച് 23 ക്യാബിനറ്റ് മിഷൻ വിസിറ്റഡ് ഇന്ത്യ. 1946 May 16th, Cabinet Mission Plan was submitted. Cabinet Mission submitted its report. 1946 December 6, Constituent Assembly was formed. 1946 December 9, first meeting of Constituent Assembly was held. 1946 December 11, Dr. Rajendra Prasad was elected as the chairman of Constituent Assembly. അതിനോടൊപ്പം ഈ ഡേറ്റ് കൂടി ഒന്ന് ആഡ് ചെയ്യുക. 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു പ്രസന്റഡ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ബിഫോർ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. ഒരു ഡേറ്റ് ഇപ്പം പഠിച്ചു. ബാക്കി നേരത്തെ പറഞ്ഞതെല്ലാം മുമ്പ് പഠിച്ച ഡേറ്റുകളാണ്. അതിനോടൊപ്പം കണക്ട് ചെയ്ത് ഇതുകൂടി വെച്ചോളുക. 1946 ഡിസംബർ വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണ്. അതിലെ തീയതികൾ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി സബ്മിറ്റ് ചെയ്താൽ പോരല്ലോ, പ്രസൻറ്റ് ചെയ്താൽ പോരല്ലോ, അത് അംഗീകാരം കിട്ടണ്ടേ? കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്ത ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനെ ബേസ് ചെയ്തുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഡിസ്കഷൻ നടക്കും. അസംബ്ലി ഡിസ്കസ്ഡ് ഇറ്റ് അറ്റ് വെരി ലെങ്ത്, വളരെ ദീർഘമായി ചർച്ച ചെയ്യും ഏത് കാര്യവും. എന്നിട്ടാണ് അതിൽ തീരുമാനമാകുന്നത് ആ റെസൊല്യൂഷൻ അംഗീകരിക്കണമോ വേണ്ടയോ എന്ന്. അസംബ്ലിയിലെ കാര്യങ്ങളെല്ലാം അങ്ങനെയാണ്. ഒരുപാട് ചർച്ചകൾ നടക്കും, വാദപ്രതിവാദങ്ങൾ നടക്കും. ഒടുവിൽ എല്ലാവരും കൂടി ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്നാൽ നമ്മൾ പറയും യുണാനിമസ്ലി പാസ്ഡ് എന്ന് പറയും. ഏകകണ്ഠമായി തീരുമാനമെടുത്തു എന്ന് പറയും. അതാണ് അസംബ്ലിയുടെ പ്രത്യേകത. ആ ചർച്ചാ സമയത്ത് വലിയ ആശയ സംഘടനകൾ നടക്കും. ഇത് വേണ്ട, അല്ലെങ്കിൽ ഇതിൽ പെശകുണ്ട്, ഇതിൽ ഇന്ന തിരുത്തലുകൾ വേണം. അങ്ങനെ വാദപ്രതിവാദങ്ങൾ നടന്നതിന് ശേഷം അവസാനം ഒരു നിഗമനത്തിലെത്തുകയും പിന്നെ അത് എല്ലാവരും കൂടെ ചേർന്ന് അത് അംഗീകരിക്കുകയും ചെയ്യുന്ന രീതിയാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ സാധാരണയായി കണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. അസംബ്ലിയുടെ മുമ്പിൽ ജവഹർലാൽ നെഹ്റു
ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ പ്രസന്റ് ചെയ്ത് 1946 ഡിസംബർ 13. ഇനി അടുത്ത വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, ദ റെസൊല്യൂഷൻ വാസ് അഡോപ്റ്റഡ് ഇൻ വിച്ച് ഡേ? കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി അപ്രൂവ്ഡ് ഓർ അഡോപ്റ്റഡ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ഇൻ 1947 ജാനുവരി 26. 1946 ഡിസംബർ 13 അവതരിപ്പിച്ചതിന് അടുത്ത മാസം എന്ന് പറഞ്ഞാൽ അടുത്ത വർഷം 1947 ജാനുവരി 22 ഇത് അപ്രൂവ് ചെയ്തു, അഡോപ്റ്റ് ചെയ്തു. ആ 2 ഡേറ്റ് ഇപ്പം പ്രിയാമ്പിളുമായി ബന്ധപ്പെട്ട 2 ഡേറ്റ് ഇപ്പോൾ ഒന്ന് മനസ്സിൽ ഉറപ്പിച്ചോളുക. Objective resolution was presented by Jawaharlal Nehru before Constituent Assembly in 1946 December 13. Objective resolution was approved or adopted by Constituent Assembly in 1947 January 22. മറക്കരുത്. യെസ്, ഒരു പ്രധാനപ്പെട്ട പ്രീവിയസ് ചോദ്യം, പല പരീക്ഷകളിലും ചോദ്യപേപ്പറിൽ ഉൾപ്പെട്ട ഒരു പ്രീവിയസ് ചോദ്യമാണ് ഈ കൊടുത്തിരിക്കുന്നത്. നിങ്ങളത് മനസ്സിലാക്കി പോകണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു വിഷയം അസംബ്ലിയുടെ മുമ്പിൽ വന്നാൽ അസംബ്ലി ദീർഘമായി ചർച്ച ചെയ്യും എന്ന് പറഞ്ഞല്ലോ, അവിടെ വാദപ്രതിവാദങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞല്ലോ. ജവഹർലാൽ നെഹ്റു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ പ്രസന്റ് ചെയ്തപ്പോൾ അതിൻ്റെ ചർച്ചാവേളയിൽ ഒരു അംഗം എണീറ്റ് എന്ന് പറഞ്ഞു, ഇത് ശുദ്ധ അസംബന്ധമാണ്. നെഹ്റു എഴുതി വച്ചിരിക്കുന്ന ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ റോങ് ആണ്, അൺലാഫുള്ളാണ്, ഡേഞ്ചറസ് ആണ്. അത് പറഞ്ഞത് ആര് എന്ന് പരീക്ഷകൾക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ദി മെമ്പർ ഓഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഹു ക്രിട്ടിസൈസ്ഡ് ദി ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ജവഹർലാൽ നെഹ്റു ആസ് റോങ്, അൺലാഫുൾ, ഡേഞ്ചറസ്. ഇത് തെറ്റാണ്, നിയമവിരുദ്ധമാണ്, അപകടകരമാണ് ഈ എഴുതി വച്ചിരിക്കുന്നത്, ഇതിന് അംഗീകാരം കൊടുക്കാൻ പാടില്ല എന്ന് ഭരണഘടനാ നിർമ്മാണ സഭയുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ഒരംഗം ക്രിട്ടിസൈസ് ചെയ്തു. ആ അംഗത്തിൻ്റെ പേര് ഒരുപാട് പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുണ്ട്. മുകുന്ദ് രാം റാവു ജയകർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. MR ജയകർ എന്നും ചിലപ്പോൾ ആൻസറിൽ വരാം. പൂർണ്ണമായ പേര് മുകുന്ദ് രാം റാവു ജയകർ അല്ലെങ്കിൽ MR ജയകർ ആണ്. എന്ത് ചെയ്തത്? ഹി ക്രിട്ടിസൈസ്ഡ് ദി ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ നെഹ്റു വാസ് റോങ്, അൺലാഫുൾ ആൻഡ് ഡേഞ്ചറസ്. പക്ഷേ ഈ വാദഗതി കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി റിജക്റ്റഡ്. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി റിജക്റ്റഡ് ദി ക്രിറ്റിസിസം ഗിവൺ ബൈ മുകുന്ദ് രാം റാവു ജയകർ. അസംബ്ലി approved or adopted the objective resolution introduced by Jawaharlal Nehru. ജവഹർലാൽ നെഹ്റു പറഞ്ഞ ആ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ, ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനാണ് അസംബ്ലി അംഗീകാരം കൊടുത്തത്. അതുമായി ബന്ധപ്പെട്ട് മുകുന്ദ് രാം റാവു ജയകർ പറഞ്ഞ ക്രിറ്റിസിസം കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി തള്ളിക്കളയുകയാണ് ചെയ്തത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അങ്ങനെയാണെങ്കിൽ 2 ഡേറ്റ് നിങ്ങൾ പഠിച്ചു. 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു പ്രസന്റഡ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ. 1947 ജാനുവരി 22 കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി അപ്രൂവ്ഡ് ഓർ അഡോപ്റ്റഡ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ. ആ 2 ഡേറ്റ് മറക്കില്ലല്ലോ. എങ്കിൽ ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരു 2 കേസ് കൂടി നിങ്ങൾ പഠിക്കണം. 2 കേസ്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെ പശ്ചാത്തലം ഞാൻ പറയാം. 2 കേസ്, സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട 2 കേസുകളെന്ന് പറഞ്ഞാൽ, ആ കാലഘട്ടത്തിൽ പ്രിയാമ്പിളുമായി ബന്ധപ്പെട്ട 2 വാദഗതികൾ നിലനിന്നിരുന്നു. 2 വാദഗതികൾ നിലനിന്നിരുന്നു എന്ന് പറഞ്ഞാൽ വ്യത്യസ്തങ്ങളായ വാദഗതികളായിരുന്നു. ഒരു കൂട്ടർ പറഞ്ഞു പ്രിയാമ്പിൾ ഈസ് ദി പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, മറ്റൊരു കൂട്ടർ പറഞ്ഞു പ്രിയാമ്പിൾ ഈസ് നോട്ട് ദി പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. പ്രിയാമ്പിൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമേ അല്ല എന്നൊരു കൂട്ടർ, മറുപക്ഷം പറയുന്നു പ്രിയാമ്പിൾ ഈസ് ആൻ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയുടെ അവിഭാജ്യ ഭാഗമാണ് പ്രിയാമ്പിൾ എന്ന്. ഈ തർക്കം സുപ്രീം കോടതിയുടെ മുമ്പിലെത്തി. സുപ്രീം കോടതി, വളരെ കൗതുകരമായി പറയട്ടെ, സുപ്രീം കോടതി 2 വ്യത്യസ്ത വിധികളാണ് 2 കാലഘട്ടങ്ങളിലായി ഇതുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ചത്. ആദ്യം സുപ്രീം കോടതി പറഞ്ഞു പ്രിയാമ്പിൾ ഈസ് നോട്ട് ദി പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ.
ആമുഖം അല്ലെങ്കിൽ പ്രിയാമ്പിൾ ഭരണഘടനയുടെ ഭാഗമേ അല്ല. അപ്പോൾ പരീക്ഷയ്ക്ക് ഒരു ചോദ്യം വരും, ഇൻ വിച്ച് കേസ് സുപ്രീം കോർട്ട് ഹെൽഡ് ദാറ്റ് പ്രിയാമ്പിൾ ഈസ് നോട്ട് ദി പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ? ഏത് കേസിലാണ് ഇൻ വിച്ച് കേസ് സുപ്രീം കോർട്ട് ഡിക്ലെയർഡ് ദാറ്റ് പ്രിയാമ്പിൾ ഈസ് നോട്ട് ദി പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ചോദിച്ചാൽ ബെറുബാരി കേസ് ഇൻ ദി ഇയർ 1960, 1960 1960 ബെറുബാരി കേസിലൂടെ സുപ്രീം കോടതി പരമപ്രധാനമായ ഈ ഒരു ഡിക്ലറേഷൻ നടത്തി, ഈ ഒരു വെർഡിക്റ്റ് പുറപ്പെടുവിച്ചു. എന്താ പറഞ്ഞത്? പ്രിയാമ്പിൾ ഈസ് നോട്ട് ദി പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ആമുഖം ഭരണഘടനയുടെ ഭാഗമേ അല്ല. ഇത് നമുക്ക് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചു ആ കാലഘട്ടത്തിൽ. എന്താണ്? നിങ്ങൾക്കറിയാം, ആർട്ടിക്കിൾ റിലേറ്റിംഗ് ടു ദി അമെൻമെൻറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചതാണല്ലോ എന്ന് ഓർക്കുക. ആർട്ടിക്കിൾ റിലേറ്റിംഗ് ടു ദി അമെൻമെൻറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 368 ഓർമ്മയുണ്ടല്ലോ. ആർട്ടിക്കിൾ 368 പ്രകാരമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. പക്ഷേ ഈ വിധി വന്നതിന് ശേഷം, ബെറുബാരി കേസിലെ വിധി 1960 വന്നതിന് ശേഷം ആർട്ടിക്കിൾ 360 ഇവിടെ പ്രയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയായി മാറി. ഭരണഘടനയുടെ ഭാഗമല്ല, പ്രിയാമ്പിൾ ഈസ് നോട്ട് ദി പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന വിധി നിലനിൽക്കുമ്പോൾ എങ്ങനെ ഭരണഘടനാ ഭേദഗതിയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിൻ്റെ ആർട്ടിക്കിൾ ഇവിടെ ഉപയോഗിക്കും? അല്ലെങ്കിൽ അത് ഉപയോഗിച്ചില്ലെങ്കിൽ എങ്ങനെ പ്രിയാമ്പിൾ അമെൻഡ് ചെയ്യും? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതായി മാറി. പ്രിയാമ്പിൾ തൊടാൻ പറ്റാത്ത അവസ്ഥയായി മാറി. ഏത് വിധി വന്നതോടുകൂടി? പ്രിയാമ്പിൾ ഈസ് നോട്ട് ദി പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഇൻ വിച്ച് കേസ് സുപ്രീം കോർട്ട് ഹെൽഡ് ദാറ്റ് പ്രിയാമ്പിൾ ഈസ് നോട്ട് ദി പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം ബെറുബാരി കേസ് ഇൻ ദി ഇയർ 1960. എന്നാൽ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ്, 10-12 വർഷങ്ങൾ കഴിഞ്ഞ്, വളരെ പ്രധാനപ്പെട്ട ഒരു കേസിൻ്റെ പേര് നിങ്ങൾ ഇവിടെ പഠിക്കണം. ആ കേസിലൂടെ സുപ്രീം കോടതി പറഞ്ഞു പ്രിയാമ്പിൾ ഈസ് ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. പഴയ വിധിയെ തിരുത്തി കുറിച്ചുകൊണ്ട് സുപ്രീം കോടതി പുതിയൊരു വിധി പ്രഖ്യാപിക്കുകയാണ്. ദി സുപ്രീം കോർട്ട് റൂൾഡ് ദാറ്റ് പ്രിയാമ്പിൾ ഈസ് ആൻ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദി കേസ് കേശവാനന്ദ ഭാരതി കേസ്. വെരി വെരി ഇമ്പോർട്ടൻ്റ്. ഇവിടെ ഈ കേശവാനന്ദ ഭാരതി കേസിന് വലിയ ഇമ്പാക്റ്റ് ഉണ്ട്. കോൺസ്റ്റിറ്റ്യൂഷനിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയ ഒരു കേസാണ് കേശവാനന്ദ ഭാരതി കേസ്. അതുമായി ബന്ധപ്പെട്ട 2-3 ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കും. നിങ്ങൾ അതുകൂടി പഠിച്ചു പോകണം. ഇൻ ദി കേശവാനന്ദ ഭാരതി കേസ് സുപ്രീം കോർട്ട് റൂൾഡ് ദാറ്റ് പ്രിയാമ്പിൾ ഈസ് ദി ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. പ്രിയാമ്പിൾ ഈസ് ആൻ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. പ്രീവിയസ് വെർഡിക്റ്റിന് തികച്ചും വിരുദ്ധമായിട്ടൊരു വെർഡിക്റ്റാണ് ഇതിലൂടെ കോടതി മുന്നോട്ട് വച്ചത്. പ്രിയാമ്പിള് എന്താണ്? ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അവിഭാജ്യ ഭാഗമാണ് എന്ന്. ഞാൻ ചോദിക്കട്ടെ, ആരാണ് ഈ കേശവാനന്ദ ഭാരതി? അതുകൂടി ഒന്ന് ഓർക്കണം. കേശവാനന്ദ ഭാരതി എന്ന് പറഞ്ഞാൽ ഒരു ഹിന്ദു റിലീജിയസ് ലീഡറാണ്, ഒരു സന്യാസി, ഹിന്ദു സന്യാസി. കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലെ ഒരു മഠാധിപതിയാണ് കേശവാനന്ദ ഭാരതി. ഈ അടുത്ത കാലത്താണ് മരണപ്പെട്ടത്. 2020 അദ്ദേഹം മരണപ്പെട്ടത്. അപ്പോൾ ഈ കേശവാനന്ദ ഭാരതി കേസിൻ്റെ തുടക്കം എന്തായിരുന്നു എന്ന് കൂടെ നിങ്ങൾ ഓർക്കണം. പരീക്ഷയ്ക്ക് ചോദിക്കും. എന്തായിരുന്നു കേശവാനന്ദ ഭാരതി കേസ്? ഏതുമായി ബന്ധപ്പെട്ടതാണ്? കേശവാനന്ദ ഭാരതി കേസ് എന്ന് പറഞ്ഞാൽ കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. കേരള ഗവൺമെൻറ്റിനെതിരെ കേശവാനന്ദ ഭാരതി കൊടുത്ത കേസാണ്. ഒരു ഹിന്ദു സന്യാസിയായ, ഒരു ലാൻഡ് ഓണറായ കേശവാനന്ദ ഭാരതി കേരള സർക്കാരിനെതിരെ കൊടുത്ത ഒരു കേസാണ്. എന്തുമായി ബന്ധപ്പെട്ട്? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ വാട്ട് ഇൻസിഡൻറ്റ്? അത് പറയാമോ? അപ്പോൾ കേശവാനന്ദ ഭാരതി കേസ് ഈസ് റിലേറ്റഡ് ടു ദി ലാൻഡ് റിഫോംസ് ആക്ട് ഓഫ് കേരള. കേരള ലാൻഡ് റിഫോംസ് ആക്ട്. നിങ്ങൾക്കറിയാം, കേരളത്തിൽ ഭൂപരിഷ്കരണ നിയമം, ലാൻഡ് റിഫോംസ് ആക്ട് 1963 ആദ്യ ആക്ട് പാസ്സാക്കുന്നത്. പക്ഷെ അതിൻ്റെ ഒരു അമെൻമെൻറ്റിലൂടെ യഥാർത്ഥത്തിൽ ആക്ട് വരുന്നത് 1970 ആണ് അത് നിലവിൽ വരുന്നത് ആക്ട്. ആ ആക്ടിലൂടെ വലിയ ആശങ്കയാണ് ഈ കേശവാനന്ദ ഭാരതിക്ക് ഉണ്ടായത്. കാരണം ആ ആക്ടിൽ കേരള ഭൂപരിഷ്കരണ നിയമം, കേരള ലാൻഡ് റിഫോംസ് ആക്ടിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ലാൻഡ് റിഫോംസ് ആക്ട് ലിമിറ്റ്സ് സീലിംഗ് ഓൺ ദി പ്രോപ്പർട്ടി.
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കൺട്രോൾഡ് ദി എമൗണ്ട് ഓഫ് ലാൻഡ് ഓൺഡ് ബൈ ദി പേഴ്സൺ ഓർ ഫാമിലി. ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുടുംബം കൈവശം വയ്ക്കാവുന്ന ഭൂമിക്കൊരു പരിധി നിശ്ചയിച്ചു, സീലിംഗ് ഏർപ്പെടുത്തി. ഏതിലൂടെ? ഈ ലാൻഡ് റിഫോംസ് ആക്ടിലൂടെ. എന്നിട്ട് സർപ്ലസ് ലാൻഡ് ആർ റീഡിസ്ട്രിബ്യൂട്ടഡ് ടു ലാൻഡ്ലെസ് പീപ്പിൾ. മിച്ച ഭൂമി എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. മിച്ച ഭൂമി, അതായത് ലാൻഡ് റിഫോം, കേരള ലാൻഡ് റിഫോംസ് ആക്ടിലൂടെ സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ, കൊണ്ടുവന്ന വ്യവസ്ഥ ഇതാണ്. ഇറ്റ് ലിമിറ്റ്സ് ദി എമൗണ്ട് ഓഫ് ലാൻഡ് വിച്ച് ക്യാൻ ബി ഓൺഡ് ബൈ ദി പീപ്പിൾ ആൻഡ് ഫാമിലി. ദെൻ സർപ്ലസ് ലാൻഡ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ടു ലാൻഡ്ലെസ് പീപ്പിൾ. അങ്ങനത്തെ ഒരു നിയമം കൊണ്ടുവന്നു. ഓരോരുത്തർ കൈവശം വയ്ക്കാവുന്ന ഭൂമിക്കൊരു പരിധി ഏർപ്പെടുത്തി മിച്ച ഭൂമി ഏറ്റെടുത്തിട്ട് അത് ഭൂരഹിതർക്ക് വിതരണം ചെയ്യുക. ഈ നിയമത്തെയാണ് കേശവാനന്ദ ഭാരതി ചോദ്യം ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൻ്റെ പേരിൽ ഒരുപാട് ഭൂസ്വത്തുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ദി കേരള ലാൻഡ് റിഫോംസ് ആക്ട് ഈസ് എഗൻസ്റ്റ് മൈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ടു പ്രോപ്പർട്ടി ഗ്യാരണ്ടീഡ് ബൈ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യൻ ഭരണഘടന എനിക്ക് അനുവദിച്ചിരിക്കുന്ന സ്വത്ത് അവകാശം എന്ന് പറയുന്ന സ്വത്തവകാശം അന്ന് മൗലിക അവകാശമായിരുന്നു, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആയിരുന്നു. ഇപ്പോൾ അല്ല. അത് പിന്നീട് നമുക്ക് പഠിക്കാം. അടുത്ത ടോപ്പിക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പഠിക്കുമ്പോൾ വിശദീകരിച്ച് പഠിക്കാം. അപ്പോൾ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്ന എൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് എഗൻസ്റ്റ് ആണ് കേരള ലാൻഡ് റിഫോംസ് ആക്ട് എന്ന ആർഗ്യുമെൻ്റ് ഉയർത്തിക്കൊണ്ടാണ് കേശവാനന്ദ ഭാരതി സുപ്രീം കോടതിയെ സമീപിച്ചത്. ഈ കേസ് പിന്നെ നീണ്ടു പോയി, പല ഏരിയകളിലൂടെ കടന്നുപോയി, ഭരണഘടനയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയ കേസാണ്. മാത്രമല്ല, ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർക്കണം, കേശവാനന്ദ ഭാരതി കേസ് വാസ് ദി ലാർജസ്റ്റ് ബെഞ്ച്, അല്ലെങ്കിൽ ദിസ് കേസ് ഹാൻഡിൽഡ് ബൈ ദി ലാർജസ്റ്റ് ബെഞ്ച് ഇൻ ദി ഹിസ്റ്ററി ഓഫ് സുപ്രീം കോർട്ട്. സുപ്രീം കോടതിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭരണഘടനാ ബെഞ്ച് കൈകാര്യം ചെയ്ത കേസ് ഏതെന്ന് ചോദിച്ചാൽ കേശവാനന്ദ ഭാരതി കേസ്. അതായത് ദി കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് കൺസിസ്റ്റഡ് ഓഫ് 13 ജഡ്ജസ്. 13 അംഗ ബെഞ്ചായിരുന്നു. സാധാരണ നമ്മൾ വിശാല ബെഞ്ച്, ഭരണഘടനാ ബെഞ്ച് എന്നൊക്കെ ഇപ്പോഴും പറയുന്നത് ഒരു 7 അംഗ ബെഞ്ചിനെയൊക്കെയാണ് പരമാവധി നമ്മൾ പറയുന്നത്. എന്നാൽ കേശവാനന്ദ ഭാരതി കേസിൻ്റെ ആ പ്രാധാന്യം അത്രത്തോളം ഉണ്ടായിരുന്നു. 13 അംഗ ബെഞ്ചായിരുന്നു ആ കേസ് കൈകാര്യം ചെയ്തത്. ഈ കേസിലൂടെ പല കാര്യങ്ങളും സുപ്രീം കോടതി മുന്നോട്ട് വച്ചു എന്നതാണ് സത്യം. അതിലേക്ക് നമ്മൾ വരികയാണ്. അപ്പോൾ ആദ്യം നിങ്ങൾ ഓർക്കേണ്ടത് എന്താണ്? ഇൻ വിച്ച് കേസ് സുപ്രീം കോർട്ട് റൂൾഡ് ദാറ്റ് പ്രിയാമ്പിൾ ഈസ് നോട്ട് ദി പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ? ബെറുബാരി കേസ് ഇൻ ദി ഇയർ 1960. ക്ലിയർ ആയല്ലോ. അടുത്തത്, ഇൻ വിച്ച് കേസ് സുപ്രീം കോർട്ട് റൂൾഡ് ദാറ്റ് പ്രിയാമ്പിൾ ഈസ് ആൻ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ? കേശവാനന്ദ ഭാരതി കേസ് 1973, 73 കേശവാനന്ദ ഭാരതി കേസ് 1973. അയ്യറോടൊന്ന് ഓർത്തോളൂ കേട്ടോ. ഇനി ഇവിടെ ഈ കേസിൻ്റെ പരിഗണിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സുപ്രീം കോടതി ചില ആശയം മുന്നോട്ട് വെച്ചു. ഒരു പ്രധാനപ്പെട്ട ആശയം പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. നോക്കൂ, ദി ഡോക്ട്രിൻ ഓഫ് ബേസിക് സ്ട്രക്ചർ കെയിം ഇൻ ടു എഫക്റ്റ് ഫ്രം കേശവാനന്ദ ഭാരതി കേസ്. ദാറ്റ് മീൻസ് ന്യൂ ഐഡിയ ഓഫ് ബേസിക് സ്ട്രക്ചർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് introduced by Supreme Court through the കേശവാനന്ദ ഭാരതി കേസ്. കേശവാനന്ദ ഭാരതി കേസിലൂടെയാണ് സുപ്രീം കോടതി ഒരു ഐഡിയ മുന്നോട്ട് വയ്ക്കുന്നത്. ബേസിക് സ്ട്രക്ചർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയ്ക്ക് ചില ബേസിക് സ്ട്രക്ചർ ഉണ്ട് എന്നൊരാശയം മുന്നോട്ട് വയ്ക്കുന്നു. അതായത് ഭൂപരിഷ്കരണ നിയമത്തെ ഒന്നും റദ്ദാക്കിയില്ല, അതിൻ്റെ ലീഗലായിട്ടുള്ള സാധുതയൊന്നും സുപ്രീം കോടതി ചോദ്യം ചെയ്തില്ല. പക്ഷേ ഒരു കാര്യം ഓർക്കണം, കോൺസ്റ്റിറ്റ്യൂഷനിൽ ചില ബേസിക് സ്ട്രക്ചർ ഉണ്ട്. ദാറ്റ് ബേസിക് സ്ട്രക്ചർ കനോട്ട് ബി ചേഞ്ച്ഡ് ബൈ ദി പാർലമെൻറ്റ്. അതിൽ തൊട്ട് കളിക്കാൻ പാർലമെൻറ്റിന് അവകാശമില്ല. അപ്പം ബേസിക് സ്ട്രക്ചർ എന്നൊരാശയം സുപ്രീം കോടതി മുന്നോട്ട് വെച്ചത് ഏത് കേസിൽ ചോദിക്കുന്നത്? എല്ലാം പ്രധാന ചോദ്യങ്ങളാണ്. ദി ഐഡിയ ഓഫ് ബേസിക് അല്ലെങ്കിൽ ഡോക്ട്രിൻ ഓഫ് ബേസിക് സ്ട്രക്ചർ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ സുപ്രീം കോർട്ട് ഇൻ വിച്ച് കേസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേശവാനന്ദ ഭാരതി കേസ്. ദി ഡോക്ട്രിൻ ഓഫ് ബേസിക് സ്ട്രക്ചർ കെയിം ഇൻ ടു ഇഫക്റ്റ് ഫ്രം കേശവാനന്ദ ഭാരതി കേസ്.